അച്ഛാ ഞാൻ ഒരു ഫോട്ടോ അയക്കാം, ഈ വീട്ടിലെ ഇന്ന സ്ഥലത്തോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ അച്ഛാ? വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. കണ്ടോ, വിജാതീയരെന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർ. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം എന്റെ മേൽ വെളിപ്പെടണം. നാളുകളായിട്ട് പണി പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നൊരു വീട്, പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇഷ്ടം പോലെ പണമുള്ള ഒരു കുടുംബമാണ്. പണി ഇങ്ങനെ പകുതിയായിട്ട് കിടക്കുന്നു. ആ പ്രദേശത്തൊരു ശാപം പിടിച്ച പോലെ ഈ വീട് കിടക്കുന്നു. അപ്പൊ ആ പ്രദേശത്ത് ധ്യാനിപ്പിക്കാൻ ചെന്ന അവസരത്തിലാണ് ആ കുടുംബനാഥൻ പറഞ്ഞ, അച്ഛാ ഒന്ന് വന്നൊന്ന് വെഞ്ചരിച്ചൊക്കെ പ്രാർത്ഥിക്കണം, വാ. ഞാൻ അങ്ങനെ ചെന്ന് ആ പറമ്പിൽ കൂടെയൊക്കെ നടന്നു. അപ്പൊ ഞാൻ ഈ കൊട്ടാരം പോലത്തെ വീട്, പണി പൂർത്തിയാകാതെ കിടക്കുന്ന വീട് കണ്ടിട്ട് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? അറിയത്തില്ല അച്ഛാ, ഇതെന്നാന്ന് അറിയത്തില്ല, ഇതിങ്ങനെ കിടപ്പാ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഈ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹം, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ വീട് മനോഹരം, ഈ വീട്ടിൽ എത്ര മുറികളുണ്ട്? അച്ഛാ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഇത്ര മുറികളുണ്ട്, ഇത്ര സൗകര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫയൽ എടുത്തിട്ട് അതിൽ നിന്ന് ഈ മാപ്പ്, ഇതിന്റെ സ്കെച്ചൊക്കെ എന്നെ കാണിച്ചു. അച്ഛാ ഇത് നോക്കി, ഇതാണ് എൻ്റെ വീട്. അപ്പൊ ഞാൻ ഈ വീടിന്റെ മാപ്പും ഇതിന്റെ സ്കെച്ച് എല്ലാം, അതായത് റൂമും അത് സൗകര്യങ്ങൾ, ലിവിംഗ് റൂം, അടുക്കള, അത് ഇതെല്ലാം കണ്ടു. ഞാൻ ചോദിച്ചു, അപ്പൊ ഇതിലെവിടെയാണ് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം? നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഏതാ? അച്ഛാ അത് വീട് പണി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. വീട് പണി കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാര്യം പറയണം, മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം മാർക്ക് ചെയ്തിട്ടില്ല. ചില വീടുകളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടേ. എന്നാന്നറിയോ, വീട് പണി എല്ലാം കഴിയുമ്പോഴത്തേക്ക് ചില വീട്ടുകാർ വിളിക്കും, അച്ഛാ ഞാൻ ഒരു ഫോട്ടോ അയക്കാം, ഈ വീട്ടിലെ ഇന്ന സ്ഥലത്തോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ അച്ഛാ? അച്ഛാ വീട്ടിലെ ഇപ്പൊ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രാർത്ഥിക്കാനുള്ള സ്ഥലം മാത്രമില്ല. അച്ഛാ ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഒരു ഇച്ചിരി സ്ഥലമുണ്ട്, കുഴപ്പമുണ്ടോ? ഇവിടെ കുടുംബ പ്രാർത്ഥന നടത്തിയ കുഴപ്പമുണ്ടോ? അച്ഛാ ഈ വേറെ സ്ഥലം ഇല്ല അച്ഛാ, വേറെ സ്ഥലം ഇല്ല. മൊത്തത്തിലെ TV വെച്ചു, അത് വെച്ചു, ഇത് വെച്ചു, എല്ലാം വെച്ചു, ഇപ്പൊ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം മാത്രം ഇല്ല അച്ഛാ. അപ്പൊ അച്ഛാ ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഒരു ഇച്ചിരി സ്ഥലമുണ്ട്, അവിടെയാണ് പ്രാർത്ഥിക്കാനുള്ള ആകെപ്പാട സ്ഥലം. അപ്പൊ ഞാൻ ചോദിച്ചു, സ്റ്റെയർ കേസിന്റെ അടിയിൽ ആ ബുദ്ധിമുട്ടല്ലേ? ഓ കുഴപ്പമില്ല അച്ഛാ, നമ്മൾ ഇച്ചിരി കുനിയണം, തല കുനിച്ച് അവിടെ ചെന്ന് മുട്ടുകുത്തണം, അത്രേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വീട് പണിയുമ്പോൾ ആദ്യം മാർക്ക് ചെയ്യേണ്ട സ്ഥലം ഏതാ? നിന്റെ പ്രാർത്ഥനാ സ്ഥലം മാർക്ക് ചെയ്യണം. എന്നിട്ട് വേണം ബാക്കിയുള്ള മുറികളും ലിവിംഗ് റൂമും അടുക്കളയും അതും ഇതും എല്ലാം ചെയ്യാൻ. ബാക്കിയുള്ളതെല്ലാം ചെയ്തു, പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ ഓർത്തോണം, ഈ വചനത്തിന്റെ ഒരു അർത്ഥമാണ്. ആദ്യം നിങ്ങൾ എന്തന്വേഷിക്കണം? ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ചേർക്കപ്പെടും. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, ഈ വീടിന്റെ പണി പൂർത്തീകരിക്കപ്പെടാത്തതിന്റെ ഒരു ആത്മീയ കാരണം ഞാൻ പറയട്ടെ. ഈ വീട്ടിൽ ആദ്യം തന്നെ സഹോദര പ്രാർത്ഥിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കും. നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന നടത്താൻ പോണ എവിടെയായിരിക്കും? നിങ്ങളത് മനസ്സിൽ സ്വപ്നം കാണണം. ഈ വീട് പണിയോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വപ്നവും വളരണം. ഈ വീട്ടിൽ ഇന്ന സ്ഥലത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അതിനൊരു സ്ഥലം വേണം, അതിന് സാഹചര്യം ഒരുക്കപ്പെടണം. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ കൂടെ ചേർക്കപ്പെടും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6:33 നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് 31-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 31-ാം തിരുവചനം, അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. അടുത്ത വചനം കൂടെ ശ്രദ്ധിച്ചേ. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. കണ്ടോ, വിജാതീയരെന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർ.
എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ പരിപാലനയെക്കുറിച്ച് അറിയാവുന്നവരല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ദൈവകാര്യങ്ങൾക്കൊരു ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നൽകുന്നൊരു സമ്മാനമായ ആനന്ദം വന്ന് നിറയാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. പുതിയ നിയമത്തിൽ ഈ ആനന്ദം അനുഭവിച്ച മറിയത്തെക്കുറിച്ച് എന്താ വചനം? ലൂക്കാസ് വിശേഷം തുറന്നേ. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം അതിന്റെ 44-ാം തിരുവചനം. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 44. ദേ മറിയത്തെക്കുറിച്ചൊരു വചനമുണ്ട്, വായിച്ചാലോ? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. ശ്രദ്ധിച്ചേ, എങ്ങനെ? സന്തോഷത്താൽ കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കിട്ടുമെന്ന്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഈ വീടിന്റെ അവസ്ഥ എന്താണെന്നറിയാവോ? ഏലീശാമയുടെ അവസ്ഥ എന്താ? മറിയത്തിന്റെ അവസ്ഥ എന്താ? സക്കറിയായുടെ അവസ്ഥ എന്താ? അത്ര സന്തോഷിക്കാനും തുള്ളിച്ചാടാനും പറ്റിയ അവസ്ഥയൊന്നും അല്ല. പ്രായമേറിയെത്തി ഗർഭിണിയായിട്ടിരിക്കുന്ന കുടുംബനാഥ, ഭർത്താവിന് മിണ്ടാമേലാതിരിക്കുന്ന സക്കറിയ, ചെന്നിരിക്കുന്ന പെണ്ണാണെങ്കിൽ ഇതും ഗർഭിണി, കല്യാണം കഴിച്ചിട്ടില്ല. മൊത്തം ഡാർക്കാണ് അല്ലെ? ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ മൊത്തം ഡാർക്കാണ്, മൊത്തം അവസ്ഥ മോശമാണ്. ഈ അവസ്ഥയിൽ ചെന്നപ്പോൾ ഇതാ സംഭവിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവിൽ സന്തോഷം, ആ അന്തരീക്ഷത്തിൽ സന്തോഷം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഈ സന്തോഷം കിട്ടിയാൽ ആ വ്യക്തി പോകുന്നിടങ്ങളിലൊക്കെ എന്ത് കൊടുക്കും? സന്തോഷം കൊടുക്കും. ആ വ്യക്തി ചെല്ലുന്നിടത്ത് ഒരു വീട്ടിലോട്ട് കയറിയാൽ അവിടെ എന്ത് കൊടുക്കും? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കൊടുക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് നീ പോകുമ്പോൾ നീ എന്ത് കൊടുക്കും? നിന്നെ കാണുമ്പോൾ നിന്റെ വീട്ടുകാർ ഇങ്ങനെ നിരിക്കുക അല്ലേ? വീട്ടുകാർ കാണുമ്പോഴത്തേക്കും നമ്മുടെ സാന്നിധ്യം അവർക്ക് എന്തായിട്ട് മാറണം? പറ. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പറഞ്ഞേ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പറഞ്ഞേ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും നമ്മൾ സമ്മാനിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തന പുസ്തകം 10-ാം അധ്യായം 52-ാം തിരുവചനം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 10 വേഴ്സ് 52. അപ്പസ്തോല പ്രവർത്തനം 10:52 ശിഷ്യന്മാരെ കുറിച്ചൊരു കാര്യം പറയും. എന്താ എഴുതിയിരിക്കുന്നത്? 10-ാം അധ്യായം 52-ാം തിരുവചനം. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. കണ്ടോ? ശിഷ്യന്മാര് ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ഈ ശിഷ്യന്മാര് അനുഭവിച്ച യാതനകൾക്ക് കണ്ണും കണക്കുമില്ല. അത്രമേൽ സഹിച്ചവരാണ് ശിഷ്യന്മാര്. ദേ പൗലോസ് ലീഹ പറയും, അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 23-ാം തിരുവചനം, ചാപ്റ്റർ 20 വേഴ്സ് 23, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പൗലോസ് ലീഹ അതേ കൃത്യമായിട്ട് പറയാണ്, കാരാഗ്രഹവും പീഡകളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. കണ്ടോ? എന്താ കാത്തിരിക്കുന്നത്? കാരാഗ്രഹവും പീഡകളുമാണ് എന്നെ കാത്തിരിക്കുന്നത്. എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ജീവിതത്തിൽ കാരാഗ്രഹമാണ്, പീഡകളാണ്, അസ്വസ്ഥതകളാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ഒന്നാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. കാരാഗ്രഹത്തെയും പീഡകളെയും എല്ലാം നേരിടാനുള്ള വലിയൊരു കൃപ നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പലതകരം ഉയർത്തി പറ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു തെസ്സലോനിയൻസ്, 1 Thessalonians chapter 1 verse 6. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. കണ്ടോ? ദേ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ.
ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. വലതുകരം ഉയർത്തിപ്പിടിച്ചോ. ഞാൻ ഈ വചനം പറയുമ്പോൾ ഏറ്റു പറയണം. നിങ്ങൾ പറ, നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി. കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ താത്തി വെച്ചേ. ക്ലേശങ്ങൾക്കിടയിലും എപ്പോഴാണ്? എല്ലാം തികഞ്ഞപ്പോഴാണോ? അല്ല, എല്ലാം തികഞ്ഞപ്പോഴല്ല. ക്ലേശങ്ങൾക്കിടയിലും വചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ്? എല്ലാം തികഞ്ഞപ്പോഴാണോ? അല്ല. വയറ് നിറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മുകളിൽ കറങ്ങുന്ന ഫാനിന്റെ ചുവട്ടിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നപ്പോഴാണോ? അല്ല 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 അല്ല. ക്ലേശങ്ങൾക്കിടയിൽ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി നിങ്ങൾ വചനം സ്വീകരിച്ചു. പൗലോസ്ലീഹ പറയുക, ക്ലേശങ്ങൾക്കിടയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി നിങ്ങൾ വചനം സ്വീകരിച്ചു. ഇതിനെക്കുറിച്ച് പത്രോസ് ശ്ലീഹ പഠിപ്പിക്കും. 1 പത്രോസ് 4-ാം അധ്യായം 14-ാം തിരുവചനം. 1 Peter chapter 4 verse 14. ഒന്ന് തുറന്നേ. 1 പത്രോസ് 4:14. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. കണ്ടോ? ഇതാണ് വചനം. ഒന്നും കൂടെ പഠിച്ചാലോ. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ മതസ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന അവസരത്തില് അവിടെ ഒരു വ്യക്തി ഒരു തീപിടിച്ച ആത്മാവെന്നൊക്കെ പറയും. എങ്ങനത്തെ ആത്മാവ്? ചില ആത്മാക്കളുണ്ട് തീപിടിച്ച ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ശുശ്രൂഷയാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, ഈ പ്രദേശത്ത് ഇങ്ങനെയൊന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് അനുവാദമൊന്നും ഇല്ലല്ലോ, താങ്കൾക്ക് പേടിയില്ലേ? ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ആനന്ദം ഉണ്ട് അച്ഛ ഉള്ളില്, പരിശുദ്ധാത്മാവിന്റെ ആനന്ദമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദേശത്ത് അപ്രകാരം ശുശ്രൂഷ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും മലയാളികളായിട്ടുള്ളവരും മറ്റു മതഭാഷക്കാരൊക്കെ പല മേഖലകൾ ഒരുമിച്ചുകൂടി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കുടുംബ കൂട്ടായ്മകൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഒരുമിച്ച് കൂടാനൊന്നും സൗകര്യമൊന്നും ഇല്ലാത്ത ദേശമാണ്. പക്ഷേ അവർ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ, വർഷങ്ങളായിട്ട് അവിടെ എത്തിയിട്ട്, അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും? പല സ്ഥലങ്ങളിൽ പോയിട്ട് ആ ദേശത്ത് വരുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരെയൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ കൊണ്ടുവന്ന് ഒരുമിച്ച് പ്രാർത്ഥിപ്പിക്കും. അപ്പൊ തീ പിടിച്ച ആത്മാവാണ്. ഈ തീ പിടിച്ച ആത്മാവ് പറഞ്ഞെന്ന വചനമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1 പത്രോസ് 4-ാം അധ്യായം 14-ാം തിരുവചനം. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക കൃപയാണ് ഈ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ആനന്ദം, ആനന്ദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കർത്താവിന്റെ മുമ്പിൽ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ധ്യാനം പങ്കെടുത്തു കഴിഞ്ഞ് ഒരു ഡോക്ടർ, കഴിഞ്ഞ നമ്മുടെ ആന്തരിക സൗഖ്യ ധ്യാനം പങ്കെടുത്തു കഴിഞ്ഞ ഡോക്ടർ, 44 വയസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാനൊരു ഡോക്ടറാണ്, എന്നെ പ്രൊഫഷണലി ഞാൻ വളരെ മിടുക്കനാണ്, എനിക്ക് കുടുംബം എല്ലാം ഉണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു ശൂന്യത ഉണ്ടായിരുന്നു, ഭയങ്കരമായൊരു ശൂന്യത. എന്നാൽ അച്ഛാ, ഈ ധ്യാനത്തിൽ കർത്താവ് എനിക്ക് സമ്മാനിച്ച എന്താണെന്നറിയാവോ? എനിക്ക് വല്ലാത്ത ആനന്ദം തോന്നുന്നു, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. അച്ഛാ, ഇത്രയും നാളും എനിക്ക് കിട്ടാത്തൊരു ആനന്ദം ധ്യാന ശുശ്രൂഷയിൽ കിട്ടി. അത് ഏത് ആനന്ദമാണ്? പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഡോക്ടറാണ്, പ്രൊഫഷണലായിട്ട് അദ്ദേഹം മിടുക്കനാണ്, എല്ലാ കാര്യങ്ങളിലും അംഗീകാരമുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ
ഒരു വല്ലാത്തൊരു ശൂന്യത, വല്ലാത്തൊരു മരവിപ്പ്, വല്ലാത്തൊരു അസ്വസ്ഥത. എന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലും ഇതുപോലെ ചില ഭാരങ്ങളുണ്ടാവും. എല്ലാമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്നാന്നറിഞ്ഞുകൂടെ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു ഉന്മേഷമില്ല, ഒരു വല്ലാത്ത മരവിപ്പ്, ആകുലത, ഭാരം, വല്ലാണ്ടിങ്ങനെ ഞെരുക്കം ഉള്ളിലുണ്ടാവും. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ അന്തരീക്ഷം മാറും, നമ്മുടെ ഉള്ളിൽ നിറവുണ്ടാവും. സ്വർഗ്ഗത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ചോളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ആനന്ദം എൻ്റെ ഉള്ളിൽ നിറയണം. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം എൻ്റെ മേൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവേ, തീ കത്തുന്ന അഭിഷേകം എൻ്റെ ഉള്ളിൽ വേണം. പരിശുദ്ധാത്മാവേ, മരവിച്ചിരിക്കുന്ന എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വേണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു തീ കാറ്റടിക്കുന്നത് പോലെ, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു പന്തക്കുസ്ത അനുഭവം ഓരോ വ്യക്തിയുടെ മേലും അതിശക്തമായിട്ട് വെളിപ്പെടാൻ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, റൂഹായേ എന്ന് വിളിച്ച്, ആത്മാവേ എന്ന് വിളിച്ച് ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. ഓ ദൈവത്തിന്റെ ചൈതന്യമേ, അത്ഭുത ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ദൈവജനത്തിന് മേൽ സംഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ആരാധന കർത്താവേ, ആരാധന, ഹല്ലേലൂയ. എല്ലാവരും പാടിക്കേ. ഓ ദൈവമേ, സ്വരമുയർത്തി പാടിക്കേ. ആരാധന, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, മഹത്വം, കർത്താവേ, മഹത്വം. അത്ഭുത കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ദൈവമേ, അത്ഭുതകരമായ കൃപകൾ ഞങ്ങളുടെ മേൽ ചൊരിയണമേ, കൃപയ്ക്ക് മേൽ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധ ആരാധനയുടെ സമയത്ത് ഇതാ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും, എല്ലാ ബലഹീനതകളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ കണ്ണുനീരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഞങ്ങൾ നേടിയിട്ടില്ല. കർത്താവെ, അങ്ങ് തരാതെ ഞങ്ങൾക്കൊന്നുമില്ല. അങ്ങ് നൽകാതെ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ പാപങ്ങൾ മാത്രമാണ്. കർത്താവെ, ഇതാ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് സമർപ്പിക്കുക. നിങ്ങളുടെ വീട്, നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് സമർപ്പിക്കുക. നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും മുഖം മനസ്സിൽ കണ്ട് സമർപ്പിക്കുക. നിങ്ങളുടെ പേരൻസ്, ഒരുപക്ഷെ മാതാപിതാക്കൾ മരിച്ചുപോയെങ്കിൽ ആ മരിച്ചുപോയവരുടെ ആത്മശാന്തി തീർന്നുകൊണ്ട് അവരുടെ മുഖം മനസ്സിൽ കണ്ട് നീ പ്രാർത്ഥിക്കുക. അവരെ ഓർത്ത് നന്ദി പറയുക. ഒരു പക്ഷേ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമുള്ള അനേകരുണ്ട്. എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെ പെരുമാറി, അമ്മ ഇങ്ങനെ പെരുമാറി എന്നിങ്ങനെ ഭാരപ്പെടുത്തുന്ന അനേക ഓർമ്മകൾ നിന്റെ ഉള്ളിലുണ്ടാവും. അതെല്ലാം ഇപ്പോൾ ഈശോയുടെ മുമ്പിൽ കൊടുക്കുക. കാരണം ഈ ഭൂമിയിൽ നിനക്ക് ജന്മം നൽകാൻ സ്വർഗം തന്ന സമ്മാനമാണ് നിന്റെ അപ്പനും അമ്മയും. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ ഇന്നോളമുള്ള ഓരോ ജീവിത വഴികളിൽ നീ അനുഭവിച്ച, കണ്ടതും കേട്ടതുമായ ഓരോ അനുഭവങ്ങൾ സമർപ്പിക്കുക. നിന്റെ വീട്ടിലുള്ള നിന്റെ സഹോദരങ്ങളെ ഓർക്കുക. നിന്റെ ചേട്ടനോ ചേച്ചിയോ അനുജനോ അനുജത്തിയോ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരെയും ഓർക്കുക. ഒരുപക്ഷെ നിന്റെ ഉള്ളിൽ നിനക്ക് സങ്കടമുണ്ടോ? മറ്റ് സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന നിനക്ക് കിട്ടുന്നില്ല എന്നൊരു സങ്കടം നിന്റെ ഉള്ളിലുണ്ടോ? ഞാൻ എല്ലാ കാര്യത്തിലും അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു ഭാരമുണ്ടോ? ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
നിന്റെ കുടുംബത്തിൽ എന്തിനെ ഓർത്തുകൊണ്ടാണ് നിന്റെ ഞെരുക്കം, അസ്വസ്ഥത? ആ മേഖല ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവെ, ഇന്ന് ഞാനായിരിക്കുന്ന അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലെ പലതും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ആഗ്രഹിച്ചതുപോലെയുള്ളൊരു പഠനം സാധ്യമായില്ല. ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജോലി, ഒരു പ്രൊഫഷൻ കിട്ടിയില്ല. സങ്കടമുള്ളിലുണ്ടാവും. ആ സങ്കടങ്ങളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്താണോ കുറവ്, ആ കുറവിനെ സമർപ്പിക്കുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാഹിതരായവരെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിന്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്താണ്? കുറേയധികം കുറവുകൾ. ഈ വ്യക്തി ഇങ്ങനത്തെ ഒരു ആളായിപ്പോയല്ലോ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ ഈ വ്യക്തി പെരുമാറുന്നത്, ഈ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെയാണല്ലോ, എനിക്ക് അബദ്ധം പറ്റിയല്ലോ, ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നോ എന്നിങ്ങനെ പലതരത്തിലുള്ള കുറവുകളുടെ ചിന്ത നിന്റെ തലയ്ക്കകത്ത് വരാം. എന്നാൽ ഈ ശുശ്രൂഷ സമയം ഇതാ ഈശോ ആഗ്രഹിക്കുന്നു, നിന്റെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിന്റെ കയ്യിൽ വെച്ചു തന്നതാണെങ്കിൽ ദൈവത്തിന് നിശ്ചയമായിട്ടും ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ ഓർത്ത് കരയുന്ന, വിഷമിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ, നിങ്ങളുടെ മകനെയും മകളെയും ഈ അൾത്താരിൽ സമർപ്പിക്കുക. നിങ്ങൾ എവിടെ നിന്നാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിലും എൻ്റെ പ്രിയരെ, നിങ്ങൾ വിശ്വസിച്ചാൽ നിന്നിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടും. ഇത് പരിശുദ്ധ അൾത്താര നൽകുന്ന ഉറപ്പാണ്, വാഗ്ദാനമാണ്. നിന്റെ മകനെയും മകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. മകൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, മകളുടെ കൂട്ടുകെട്ട് ശരിയല്ല, അവരുടെ സ്വഭാവ രീതികൾ ഇങ്ങനെയാണ് എന്നിങ്ങനെ പല കാരണങ്ങളും പല കുറവുകളും നിന്റെ തലയിൽ തെളിഞ്ഞു വരും. അതെന്താണോ അത് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ ഭാവിയെ ഓർത്തുകൊണ്ടുള്ള ഉത്കണ്ഠകളുണ്ടാവും. എൻ്റെ മകൻ ഇങ്ങനെയാണ്, മകൾ ഇങ്ങനെയാണ്, ആ ഉത്കണ്ഠകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ മക്കൾ പോയി അവിടെ അവർക്ക് പഠനകാര്യങ്ങൾ ശരിയായില്ല, അവരുടെ ജോലിക്കാര്യങ്ങൾ, ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല, താമസ സൗകര്യം ശരിയായിട്ടില്ല, അവർക്ക് ബന്ധങ്ങൾ ശരിയാവുന്നില്ല, അവർക്കവിടെ വലിയ ഞെരുക്കങ്ങളാണ്, അവർക്കവിടെ ഭാഷയുടെ പ്രശ്നം, കാലാവസ്ഥയുടെ പ്രശ്നം, അവർക്ക് ജീവിത രീതികളെല്ലാം വ്യത്യസ്തം, പല ഞെരുക്കങ്ങളുണ്ടാവും. ആ ഞെരുക്കം എന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവർ, ദൂരങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇതാ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്താണോ അവസ്ഥ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ ഓരോ കുറവുകൾ സമർപ്പിക്കുക. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളുണ്ടാവും, നിന്റെ കുറവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വീട് പണിയാൻ ആഗ്രഹിച്ചിട്ടത് പൂർത്തിയാക്കാൻ പറ്റാത്തവർ, വാടക വീട്ടിൽ എന്നും ജീവിതം കഴിയേണ്ടി വരുമോ എന്ന് ഭാരപ്പെടുന്നവരുണ്ട്, ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പഠനകാര്യങ്ങളിൽ മക്കൾ വിചാരിക്കുന്നതല്ലോ പഠിക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ട്, ആ കുറവുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സാമ്പത്തിക മേഖലയിലെ ഞെരുക്കം നിങ്ങളുടെ ഉള്ളിലുണ്ട്, ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആത്മീയമായിട്ട് വളരാനായിട്ട് കിട്ടുന്ന സമയം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഞെരുക്കമുണ്ട്, ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതാ നിന്റെ എല്ലാ കുറവുകളും സമർപ്പിക്കുക. ശാരീരിക രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ, എന്താണോ നിന്റെ രോഗം അത് ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഈ രോഗത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടാവും, നിന്റെ ഈ രോഗം നിന്റെ മരണത്തിന് കാരണമാകും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ നീ മരുന്ന് കഴിക്കേണ്ടി വരും. എന്തു തന്നെയാണെങ്കിലും ആ രോഗപീഠ ഈശോയ്ക്ക് കൊടുക്കുക. കാരണം ഈ കുറവിനെ അത്ഭുതമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. വിശ്വസിക്കുക. മാനസിക പിരിമുറുക്കങ്ങൾ, ഉത്തരം കിട്ടാത്ത ജീവിതത്തിലെ പല ചോദ്യങ്ങളും, പല മേഖലകൾ എന്തു തന്നെയാണെങ്കിലും അതെല്ലാം സമർപ്പിക്കുക. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നേരെ ഉയർത്തിപ്പിടിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നമ്മുടെ കുറവുകളാണ്. 5 അപ്പം എടുത്ത് ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ മനസ്സിൽ തെളിയട്ടെ. ഇതാ കർത്താവേ, ഞാൻ ഉയർത്തിയിരിക്കുന്ന എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും, കർത്താവേ ഇതൊരു അനുഗ്രഹമാക്കി മാറ്റണമേ, ഇതൊരു അനുഗ്രഹമാക്കി മാറ്റണമേ. രണ്ട് കരങ്ങളിലും ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവമേ, അത്ഭുതകരമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിത വഴികളിൽ സംഭവിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അത് അനുഭവിക്കാൻ ഇടവരട്ടെ. സ്തുതി
സ്തുതിക്കുന്നു 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 ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന